ചങ്കുകളെ ചങ്കിടിപ്പുകളെ ആശിക്കായിരുന്നു. അപ്പം നമുക്ക് ഇന്ന് ഒരു കാര്യം പറയാൻ പറഞ്ഞതെന്ന് വെച്ചാൽ, നിങ്ങളുടെ വാഹനം ഒരു സെക്കൻഡ് ഹാൻഡ് വാഹനങ്ങൾ നിങ്ങൾ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയുള്ള വീഡിയോസ് ആണ് നമ്മൾ ഈ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതായത് വണ്ടിയിൽ നമ്മളിപ്പോ ഒരു മെക്കാനിക്കിനെ വിളിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്കിപ്പോ ഒരു യാത്ര പോകുന്ന സാഹചര്യത്തിൽ നമ്മൾ നല്ലൊരു വാഹനം റോഡ് സൈഡില് ഫോർ സെയിൽ എന്ന് പറഞ്ഞ് എഴുതിയിട്ടുണ്ടാവും. അപ്പൊ നമുക്ക് ആ വണ്ടി ചെക്ക് ചെയ്യണം, പെട്ടെന്ന് പോകുന്ന വഴിക്ക് ചെക്ക് ചെയ്യണം. ബേസിക് ആയിട്ട് നമുക്ക് എന്തൊക്കെ ചെക്ക് ചെയ്യാം, എന്തൊക്കെ ഒരു നോർമലി നമ്മുടെ ഇമ്പോർട്ടന്റ് ആയതും നോർമലി നമുക്ക് ചെക്ക് ചെയ്യേണ്ടതായ കാര്യങ്ങൾ എന്തൊക്കെയാണ്, അപ്പൊ അതിനെ പറ്റിയാണ് ഇന്നത്തെ ഒരു വീഡിയോ. നമ്മൾ ഒന്നാമത് ചെക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഓയിലാണ്. നമ്മുടെ വണ്ടികൾക്ക് നമ്മൾ ആദ്യമായിട്ട് ചെക്ക് ചെയ്യുന്നത് എന്താണ്? എഞ്ചിൻ പണിയുണ്ടോ, എഞ്ചിന് പ്രശ്നങ്ങളുണ്ടോ, എഞ്ചിന് പ്രശ്നം വരാൻ സാധ്യതയുണ്ടോ എന്ന്, മെക്കാനിക്കൽ തകരാറുണ്ടോ, കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ അതിൽ ഒന്നാമത്തെ കാര്യം നിങ്ങൾ ചെക്ക് ചെയ്യേണ്ടത്, ഏറ്റവും ഫസ്റ്റ് ചെക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഓയിൽ ക്യാപ്പിൽ. എല്ലാ വാഹനത്തിനും ഓയിലിന്റെ ഇവിടെ ഒരു ക്യാപ്പ് ഉണ്ട്. പെട്രോൾ വണ്ടിയാണ് കൂടുതലായിട്ട് നമ്മൾ ഇതിൽ ഈ ഒരു കാര്യം ഫോക്കസ് ചെയ്യേണ്ടത്. അപ്പൊ ഇത് കണ്ടില്ലേ, ഇത് പക്ക ക്ലീൻ ആണ്. അപ്പൊ ഇതിൻ്റെ അകത്ത് ഓയിൽ ഈ കണ്ടില്ലേ, നിങ്ങൾ കണ്ടില്ലേ, നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. അപ്പൊ ഇതൊക്കെ നല്ല ഒരുമാതിരി ചോക്ലേറ്റ് പരുവത്തി ഇരുന്നതാണെങ്കിൽ വണ്ടി പ്രോപ്പറായിട്ട് ഓയിൽ മാറാത്ത, അല്ലെങ്കിൽ കുറച്ച് ഓയിൽ സർവീസ് ഒക്കെ പക്കായിട്ട് ചെയ്യാത്ത വാഹനങ്ങളിലാണ് ഈ ഒരു പ്രശ്നം വരിക. രണ്ടാമത് നിങ്ങൾ ചെക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മുടെ വണ്ടിക്ക് എഞ്ചിൻ പണി ഉണ്ടോ എന്ന്. ഏറ്റവും സിമ്പിൾ, അത് വെള്ള പുകയൊന്നും വരുന്നില്ലായിരിക്കാം, എഞ്ചിന് വേറെ നോർമൽ ചെറിയ സൗണ്ടുകളൊക്കെ ഉള്ളൂ, അതൊക്കെ നോർമൽ ആ എ സി ഇടുന്നതിന്റെ ആണെന്നൊക്കെ പറഞ്ഞാൽ പോലും നമ്മൾ ചെക്ക് ചെയ്യണത് പെട്രോൾ വണ്ടിയുടെ ഈ ഓയിൽ സീക്ക് എന്ത് ചെയ്യുക, മുകളിലോട്ട് ഊരുക. നമുക്ക് കേജ് കാര്യങ്ങളൊക്കെ ഇതിൽ വലിയ കാര്യമല്ല. ഓയിലും നമ്മൾ എന്തായാലും എടുത്ത ഒരു സെക്കൻഡ് ഹാൻഡ് വണ്ടിയിൽ എടുത്ത് നമ്മൾ ഓയിലൊക്കെ മാറണം. പക്ഷെ വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, എ സി ഓഫ് ചെയ്തിട്ട് നമ്മൾ ഇതിങ്ങനെ ഒരു കൈ ഇവിടെ ഇങ്ങനെ വെച്ച് കൊടുക്കുക. അപ്പൊ ഓയിൽ നമ്മുടെ ഭാഗത്തേക്ക് തെറിക്കുന്നുണ്ടെങ്കിൽ വണ്ടിയിൽ എന്ത് ചെയ്യുക, ഡീകംപ്രഷൻ ആണ്. വണ്ടിയുടെ പിസ്റ്റൺ റിങ്സിന് കംപ്രഷൻ ഇങ്ങനെ തേയ്മാനം ഉണ്ടായത് കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നുള്ളതാണ്. അപ്പൊ മൂന്നാമത് നമ്മൾ ചെക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മുടെ വണ്ടിയുടെ അപ്രോൺ, അതായത് ഈ ഒരു സംഭവമാണ് അപ്രോൺ എന്ന് പറയാം. ഇതിന് ബേസിക് ആയിട്ടുള്ളത്, ഇത് ബോണറ്റ്, ഫുഡ് എന്ന് പറയും, ഇത് ഫെൻഡർ, ഇത് ബമ്പർ, ഇത് ഹെഡ്ലൈറ്റ്, എ പാനൽ, ബി പാനൽ, സി പാനൽ എന്നുള്ളതൊക്കെയാണ്. ലോവർ ആം, അങ്ങനെ കാര്യങ്ങളൊക്കെ കുറെ പാർട്സുകളുണ്ട്. അപ്പൊ നമ്മൾ രണ്ടാമത് ചെക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മുടെ ഈ അപ്രോൺ എന്തെങ്കിലും ഡാമേജുകൾ ഉണ്ടോ, തുരുമ്പുണ്ടോ, കാര്യങ്ങളുണ്ടോ എന്നൊക്കെയാണ് നോക്കേണ്ടത്. കാരണം ഇത് പ്രശ്നമായാൽ, ഒരു വട്ടം പണിഞ്ഞ വണ്ടി എന്തുകൊണ്ട് അപ്രോൺ ഇടിച്ച വണ്ടി നമ്മൾ ആരും എടുക്കാത്തതെന്ന് വെച്ചാൽ, അപ്രോൺ നമ്മൾ വണ്ടിയിൽ കമ്പനി കിട്ടുന്നത് നമ്മുടെ ഈ ഒരു സംഭവം മെറ്റൽ തമ്മിലുള്ള പഞ്ചിങ് ആണ്. പഞ്ച് ചെയ്ത് സ്പോട്ട് ചെയ്യാണ്. നമ്മൾ ചെയ്യുന്നത് വെൽഡിങ് ആണ്. അതായത് ഒരു രണ്ട് സാധനങ്ങൾ ചേർത്ത് വെച്ചിട്ട് സ്പോട്ട് ചെയ്യാണ്, വെൽഡ് ചെയ്യാണ് ചെയ്യുക. അപ്പൊ ഇതും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ, പഞ്ചിങ് പക്കാ സ്ട്രോങ് ആയിട്ട്, വെൽഡിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ അടുത്തൊരു ക്രാഷിൽ, ഒരു ഇടിയിൽ എന്ത് ചെയ്യും, ഈ സംഭവം വിട്ടുപോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് അപ്രോൺ പോയ വണ്ടികൾക്ക് ഡിമാൻഡ് പോകുന്നത്. അപ്പൊ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, ഈ പാക്കിങ് കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ടോ, എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, അതിൻ്റെ അകത്ത് ഈ ഒരു ഗ്യാപ്പ് ഒക്കെ ഡിഫറൻസ് ഉണ്ടോ, കാര്യങ്ങളൊക്കെ നമ്മൾ ചെക്ക് ചെയ്യുക. അപ്പം നാലാമത് നമ്മൾ ചെക്ക് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ, നമ്മുടെ വാഹനത്തിന്റെ ടയറാണ്. വീൽ ബേസും കാര്യങ്ങളൊക്കെയാണ്. എന്ന് വെച്ചാൽ ടയർ എഡ്ജ് വെട്ടി തേഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ ഈ സൈഡിലൊക്കെ നല്ലപോലെ വെട്ടി തേയുന്ന വണ്ടികളുണ്ട്, ഈ സൈഡിൽ അതേപോലെ നല്ലപോലെ വെട്ടി തേയുന്ന. അങ്ങനെയാണെങ്കിൽ വണ്ടിയുടെ അലൈൻമെന്റ് പോയിട്ടുണ്ടാകും. ആ അലൈൻമെന്റ് പോയിട്ടുണ്ടെങ്കിൽ, അലൈൻമെന്റ് ഔട്ട് ആയത് കൊണ്ടാണോ വണ്ടിയുടെ, അതായത് ഈ അപ്രോണിൽ പണി ഉണ്ടായത് കൊണ്ട്, അല്ലെങ്കിൽ ഓവറാമോ എന്തോ ബെൻഡ് ആയിരിക്കുന്നത് പോയതാണോ നോക്കുക. പിന്നെ അഞ്ചാമത് നമ്മൾ ചെക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, വണ്ടി നല്ല സ്പീഡിൽ എടുത്തിട്ട് ഓടിച്ചിട്ട് നല്ല ടേൺ അടിക്കുക, നല്ല ഫുള്ള് ഓടിച്ചു വെച്ചൊരു വണ്ടി കറക്കി എടുക്കുക. എടുക്കുന്ന സമയത്ത് സൗണ്ട് കേൾക്കുകയാണെങ്കിൽ അതിന്റെ ആക്സിൽ കാര്യങ്ങൾ പോയാണ്. റൈറ്റ് ഓടിച്ചാൽ ലെഫ്റ്റും, ലെഫ്റ്റ് ഓടിച്ചാൽ റൈറ്റും എന്ന രീതിയിൽ നമുക്ക് ഈ സംഭവം കേൾക്കുന്നതായിരിക്കും. അപ്പൊ പിന്നെ നമ്മൾ ചെക്ക് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ, നമ്മുടെ വണ്ടിയുടെ ഇന്റീരിയൽ കാര്യങ്ങളൊക്കെയാണ്. അത് എ സി ഓണാക്കി നോക്കുക, എ സി വർക്ക് ആവുന്നുണ്ടോ, എ സി ഇടുമ്പോഴത്തേക്ക് ഒരു ബാഡ് സ്മെല്ലാണോ കാര്യങ്ങളാണോ വരുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുക. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ, മാക്സിമം നിങ്ങൾക്ക് ഈ കവർ അഴിക്കാൻ കഴിയുമെങ്കിൽ ഈ കവർ ഇപ്പം അഴിച്ചു നോക്കുക. അവിടെ എന്തെങ്കിലും ജോയിന്റ് ഒക്കെ സ്പോട്ട് ചെയ്തിട്ടുണ്ടോ, കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുക. അപ്പൊ ബേസിക് ആയിട്ട് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ചെയ്താൽ മതി. പിന്നെ ഒരുപാട് കാര്യങ്ങൾ ചെക്ക് ചെയ്യാറുണ്ട്, അതൊക്കെ ഒരു മെക്കാനിക്കിനെ കൊണ്ട് പറ്റും. നമ്മളെ കൊണ്ട് പറ്റുന്നത് ഇതൊക്കെ ആയിരിക്കും. അപ്പൊ വേറെ ഒരുപാട് കാര്യങ്ങളോട് ചെക്ക് ചെയ്യാണ്ടത്, പക്ഷെ നമ്മളെ കൊണ്ട് ബേസിക് ആയിട്ട് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ ഇത്രയാണ്. അപ്പം അത് വേറൊരു ബൈ.